ആയുർവേദം അഥവാ ആയുസ്സിന്റെ വേദം. മനുഷ്യനെയും പ്രകൃതിയെയും ഒത്തിണക്കുന്ന പാരമ്പര്യ ചികിത്സാശാസ്ത്രമാണ് ആയുർവേദം. കേരളോൽപത്തിക്ക് ഹേതുവായ ആചാര്യൻ പരശുരാമൻ കേരളക്കരയെ 32 ഭാഗങ്ങളായി തിരിച്ചു. പിന്നീട് ഭരണസൗകര്യാർത്ഥം 18 ഗ്രാമങ്ങളാക്കി വിഭജിക്കുകയായിരുന്നു. 18 ഗ്രാമങ്ങൾക്ക് 18 വൈദ്യഗ്രഹങ്ങളെയും കൽപ്പിച്ച് നിശ്ചയിച്ചു. അവരാണ് അഷ്ടവൈദ്യന്മാർ എന്നറിയപ്പെടുന്നത്. അഷ്ടവൈദ്യഗ്രഹങ്ങളിൽ ഇന്നും പാരമ്പര്യവും ആധികാരികതയും വിശ്വാസ്യതയും നിലനിൽക്കുന്നില്ലമാണ് പുലാമന്തോൾ മന. ഇന്ന് ഈ ദേശം പുലാമന്തോൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സാമൂതിരി തിരുമനസിന്റെ പ്രത്യേക വൈദ്യന്മാരും ആയുർവേദ ചികിത്സാ രംഗത്തെ അതിവിദഗ്ധരും സുപ്രസിദ്ധരുമാണ് പുലാമന്തോൾ മൂസുമാർ. തിരുവിതാംകൂർ മഹാരാജാവിന് അതികഠിനമായ വയറുവേദന ഉണ്ടാവുകയും തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും വൈദ്യന്മാർ ഇത് ഭേദമാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തപ്പോൾ പുലാമന്തോൾ മനയിലേക്ക് ആളയച്ചു. എന്നാൽ ഉപനയനം കഴിഞ്ഞിരുന്നെങ്കിലും പ്രായപൂർത്തിയായിട്ടില്ലാത്തതും വൈദ്യശാസ്ത്രം അഭ്യസിച്ചിട്ടില്ലാത്തതുമായ 14 വയസ്സുള്ള ഒരു ഉണ്ണി മാത്രമാണ് അക്കാലത്ത് മനയിലുണ്ടായിരുന്നത്. പക്ഷേ അമ്മയുടെ നിർദ്ദേശപ്രകാരം 12 ദിവസം പരദൈവമായ പരമശിവനെ ധ്യാനിച്ച ഉണ്ണിയുടെ മുൻപിൽ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ഔഷധം ഉപദേശിക്കുകയും ഉണ്ണിമൂസ് അത് നൽകി മഹാരാജാവിന്റെ ശീലായ്മ സുഖപ്പെടുത്തുകയും ചെയ്തു. സംപ്രീതനായ മഹാരാജാവിനോട് പാരിതോഷികങ്ങൾ ത്യജിച്ച ഉണ്ണിമൂസ് ശിവന്റെ നിർദ്ദേശപ്രകാരം താമ്രപർണി നദിയിൽ കിടക്കുന്ന ധന്വന്തരി വിഗ്രഹം ക്ഷേത്രത്തിലെ ശിവന്റെ ഇടതുഭാഗത്തായി പ്രതിഷ്ഠിക്കാൻ ആവശ്യപ്പെടുന്നു. അന്നു മുതൽ ശിവനും ധന്വന്തരിയും പുലാമന്തോൾ മനക്കാർക്ക് പരദൈവമായി തീർന്നു. അഷ്ടാംഗ സംഗ്രഹവും അഷ്ടാംഗ ഹൃദയവും അമരകോശവും രചിച്ച വൈദ്യശ്രേഷ്ഠനായ വാഗ്ഭടാചാര്യൻ സമാധിയായ സ്ഥലം പുലാമന്തോൾ മനയാണെന്ന് പ്രശ്നവശാൽ തെളിഞ്ഞിട്ടുണ്ട്. ഈ മനയുടെ പെരുമ ഇന്നെത്തി നിൽക്കുന്നത് വല്യച്ഛനായ ശങ്കരൻ മൂസിൽ നിന്നും അറിവിന്റെ തമ്പുരാനായ ആറാം തമ്പുരാനിൽ നിന്നും വൈദ്യശാസ്ത്രം അഭ്യസിച്ച പുലാമന്തോൾ ആര്യൻ മൂസിന്റെ മകൻ ശങ്കരൻ മൂസിലാണ്. പൂജാമുറിയിലെ കെടാവിളക്കിൽ നിന്നും ദീപം പകർന്ന് വാഗ്ഭടാചാര്യന്റെ സമാധി സ്മാരകമായ ആൽച്ചുവട്ടിലെ കൽവിളക്കിലേക്ക് തിരി തെളിയിക്കുന്നു. താപം ഉയരുന്നതോടെ ആയുർവേദത്തിന്റെ ഫലം കുറയുന്നതിനാൽ ഉദയകാലത്ത് ചികിത്സ തുടങ്ങണമെന്നാണ് ശാസ്ത്രം പറയുന്നത്. ആയുർവേദ ശാസ്ത്രം ത്രിദോഷാദിത്യമായതിനാൽ ത്രിദോഷങ്ങൾ സന്തുലനാവസ്ഥയിൽ നിൽക്കുമ്പോൾ വേണം ചികിത്സ നടത്താൻ. ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും ആയുർവേദത്തെ അടുത്തറിയാൻ ശങ്കരൻ മൂസിനെ തേടി വളരെയധികം ആളുകൾ എത്തുന്നുണ്ട്.